സൗമ്യ വധക്കേസ് പ്രതിയും കൊടും കുറ്റവാളിയുമായ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തെക്കുറിച്ച് ആദ്യമായി പറയാനുള്ളത് അത് ഗുരുതരവും ലജ്ജാകരവുമായ സുരക്ഷാ വീഴ്ചയാണെന്നതാണ്. രണ്ടാമത്തേത്, ഗോവിന്ദചാമിക്ക് രാഷ്ട്രീയ പിടിപാടുണ്ടായിരുന്നെങ്കിൽ ചാട്ടത്തിന് പകരം പരോൾ മതിയായിരുന്നു എന്ന കറുത്ത ഫലിതമാണ്. അതിനാൽ കമ്പി മുറിച്ച് ജയിൽ ചാടിയ ഗോവിന്ദചാമി മാത്രമല്ല, ഭരണകൂടം സമ്മാനിച്ച പരോളിലൂടെ പുറത്തു കടക്കുന്ന പാർട്ടി ചാമിമാരും ആപത്താണ്. ഒന്ന് സുരക്ഷാ വീഴ്ച, മറ്റേത് രാഷ്ട്രീയ വാഴ്ച. ഇന്നലെ പുലർച്ചെയാണ് കേരളത്തിലെ വെറുക്കപ്പെട്ട കുറ്റവാളികളിൽ ഒരാളായ തമിഴ്നാട് കടല്ലൂർ സമത്വപുരം അറുമുഖൻ മകൻ ഗോവിന്ദചാമി കണ്ണൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് ചാടിയത്. തടവറയുടെ കമ്പികൾ മുറിച്ച് പുറത്തിറങ്ങിയ അയാൾ വൈദ്യുതി വേലിയാൽ സംരക്ഷിതമായ കൂറ്റൻ മതിലും തുണികെട്ടി ചാടിയിറങ്ങി. രാവിലെ 10:30 ഏറെ ദൂരെ നിന്നല്ലാതെ പിടിയിലുമായി. ഒറ്റക്കൈ മാത്രമുള്ള ഗോവിന്ദചാമി ആരുടെയും സഹായമില്ലാതെ അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് ഇത്ര നിസ്സാരമായി പുറത്തു ചാടിയെങ്കിൽ അത്രയ്ക്ക് അതീവ സുരക്ഷയില്ലാത്തിടത്തെ സ്ഥിതി എന്തായിരിക്കും? മദ്യവും മയക്കുമരുന്നും മൊബൈൽ ഫോണുകളും ജയിലിൽ എത്തുന്നത് അറിയാത്ത ഉദ്യോഗസ്ഥർ ഇതും അറിഞ്ഞില്ല. തമിഴ്നാട്ടിലും ആന്ധ്രയിലും നിരവധി കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള കൊടും കുറ്റവാളിയെ നാട്ടുകാർ നൽകിയ വിവരമനുസരിച്ചാണ് പോലീസ് പിടികൂടിയത്. 2011 ഫെബ്രുവരിയിൽ എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടെയാണ് സൗമ്യ എന്ന പാവപ്പെട്ട പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയും മാരഭംഗപ്പെടുത്തി കൊല്ലുകയും ചെയ്തത്. ഒരൊറ്റ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്: അതീവ സുരക്ഷാ ജയിലുകളേക്കാൾ വേണ്ടത് അത്യാവശ്യം കഴിവുള്ള ജീവനക്കാരെയാണ്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ഗുരുതരമായ കെടുകാര്യസ്ഥതയുടെ നേർക്കാഴ്ചയാണെങ്കിൽ സമാന്തരമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ജയിലുകളിലെ പാർട്ടി വാഴ്ചകൾ. ജയിലുകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകൾ അസാധാരണമല്ലെങ്കിലും രാഷ്ട്രീയ കേരളത്തിന്റെ അധോലോകവൽക്കരണത്തെ പുതിയ തലത്തിലെത്തിച്ച TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ CPM അധികാരം ഉപയോഗിച്ച് സംരക്ഷിക്കുന്നത് കണ്ടപ്പോഴാണ് കേരളം ശരിക്കും നിസ്സഹായരായത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ കഴിഞ്ഞ ഫെബ്രുവരി വരെ 1000-ലധികം ദിവസമാണ് കുറ്റവാളികളായ KC രാമചന്ദ്രൻ, അണ്ണൻ സജിത്, ട്രൗസർ മനോജ് എന്നിവർക്ക് പരോൾ ലഭിച്ചത്. മറ്റുള്ളവരും അതിനോടടുത്ത കാലം പുറത്തായിരുന്നു. സിജിത്ത്, ഷാഫി, കിർമാണി മനോജ് എന്നിവർ വിവാഹിതരായത് ശിക്ഷാ കാലയളവിൽ പരോളിലിറങ്ങിയാണ്. പുറത്തിറങ്ങിയ ചിലർ ലഹരി പാർട്ടി നടത്തുകയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തെങ്കിലും വീണ്ടും ജയിലിൽ നിന്ന് പരോൾ അനുവദിച്ചു. കൊടിസുനിക്ക് മാത്രമാണ് കുറവ് പരോൾ. ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു, സ്വർണ്ണക്കടത്തും ഗുണ്ടായിസവും സംഘടിപ്പിച്ചു, ജയിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു തുടങ്ങിയ കേസുകളെ തുടർന്നാണ് സുനിക്ക് പരോൾ കുറഞ്ഞത്. വിയൂരിലെ അതിസുരക്ഷാ ജയിലിൽ സഹതടവുകാരുമായി ചേർന്ന് കലാപമുണ്ടാക്കാൻ ശ്രമിച്ച ഇയാളെ പിന്നീട് തവനൂരിലേക്ക് മാറ്റുകയായിരുന്നു. ജയിലിലും ഈ കൊടും കുറ്റവാളികൾക്ക് പരമസുഖമായിരുന്നു. ഇഷ്ട ബ്ലോക്ക്, സെൽ, ഇഷ്ടഭക്ഷണം, മൊബൈൽ ഫോൺ. ആരാണ് പാർട്ടി കുറ്റവാളിയാകാൻ മടിക്കുന്നത്? ഭരിക്കുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ പാർട്ടി കുറ്റവാളികളാകണമെന്നില്ല. ഭാസ്കര കാരണവർ കൊലക്കേസിലെ മുഖ്യപ്രതിയും കാരണവരുടെ മകന്റെ ഭാര്യയുമായ ഷെറിന് 14 വർഷത്തിനിടെ പരോൾ കിട്ടിയത് 500 ദിവസമാണ്. 3 ജീവപര്യന്തം ലഭിച്ചെങ്കിലും ജീവപര്യന്തത്തിന്റെ കുറഞ്ഞ കാലയളവായ 14 വർഷം പൂർത്തിയായതോടെ സർക്കാരിന്റെ ശുപാർശയിൽ ശിക്ഷാ ഇളവോടെ ഒരാഴ്ച മുൻപ് ജയിൽ മോചിതയാവുകയും ചെയ്തു. നല്ല നടപ്പ് പരിഗണിച്ചായിരുന്നു മന്ത്രിസഭയുടെ ശുപാർശയെങ്കിലും തൊട്ടു പിന്നാലെ സഹതടവുകാരിയെ കയ്യേറ്റം ചെയ്യാനും ഷെറിന് മടിയില്ലായിരുന്നു. ഗോവിന്ദചാമി പാർട്ടിക്കാരനായിരുന്നെങ്കിൽ ജയിൽ ചാടേണ്ടി വരുമായിരുന്നില്ല. പരോളിലിറങ്ങി പുറത്തും ആർഭാടത്തോടെ അകത്തും വാഴാമായിരുന്നു. രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ദേശീയ അന്വേഷണ ഏജൻസികൾ മാത്രമല്ല, രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട കലാലയങ്ങളും സർവകലാശാലകളും സർക്കാർ സ്ഥാപനങ്ങളും സഹകരണ സംഘങ്ങളും പോലീസും ജയിലുമൊക്കെ ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കിയവർ തകർത്തെറിഞ്ഞ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഭാഗമായ പാർട്ടി ചാമിമാർ പ്രബുദ്ധ കേരളത്തിന് മുന്നിൽ നെഞ്ചുവിരിച്ച് നടക്കുന്നു, പിടിയിലാകാതെ, ജയിൽ ചാടാതെ, കിണറ്റിലൊളിക്കാതെ.